കാരണം എനിക്ക് മനസ്സിലായി. കാരണം വീട്ടുകാരോട് അതിന് ഡെയിലി ഇവന്റെ തെറിയും കേൾക്കാം. കേൾക്കൂ, എപ്പം കേൾക്കൂ. കാരണം വെച്ചാൽ ഓൻ പറയും നീ നിന്റെ കാര്യം വേണ്ടി മാത്രമല്ല നീ ചെയ്യുന്നുള്ളൂ. അതായത് ഓൻ്റെ ചിലപ്പോൾ അലക്കാനുള്ളത് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ പറയുക, ഫുഡ് ചിലപ്പോൾ പൊളിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പൊളിച്ചക്ക് എന്താ പറയുക 4 മണി ലൈവ് കഴിയുന്ന സമയം നിങ്ങൾക്ക് എത്ര അറിയാം, 2-2:30 മണിക്കൊക്കെ കഴിയുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട ബുർജി ഉണ്ടാക്കി തരണം, പിന്നെ ഓംപ്ലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ ഒന്നും പറയാണ്ട് എണീച്ചു പോകും. കാരണം എന്താ, നീ എങ്ങനെ 17 Pro എടുത്ത് നോക്കുന്നുണ്ട്? എടാ 17 Pro എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ. അതായത് ഞാൻ ഇത് ആദ്യം പറഞ്ഞിട്ട് പറ. 17 Pro എടുത്ത് എങ്ങനെ അറിയടാ, എൻ്റെ മാക്ബുക്ക് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഉണ്ടായ ഒന്ന് മാക്ക്, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഇതേപോലെ തന്നെ സാധനം വെച്ചിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട്, സോണി ZV-8 എന്നുള്ള ബ്ലോഗിങ് ക്യാമറ. അത് ഈ അടുത്ത് ഞാൻ സെല് ചെയ്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. എടാ നമ്മുടെ അടുത്തൊന്നും ഒരു ഉറുപ്പില്ലടാ. ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ഒരു 10 റുപ്യ കടം പോലും ചോദിക്കാൻ പറ്റില്ല കുടുംബക്കാരോടോ കൂട്ടുകാരന്മാരോടോ. കാരണം എന്താ, ലക്ഷങ്ങൾ കിട്ടുന്ന തൊപ്പീൻ്റെ അടുത്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നില്ല. പിന്നെ നീ എന്തിനാ അത് പൂത്തി വെച്ചിട്ട് നമ്മോട് പൈസ ചോദിക്കുന്നു ചോദിക്കും. എടാ അതുകൊണ്ട് നാണക്കേട് ആരോട് ചോദിക്കാൻ പറ്റൂല. എത്ര പ്രാവശ്യം എന്നറിയോ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും കുറെ രാത്രി കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ, പുറലോകത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഗതി കെട്ടിട്ടാ പറയുന്നത്. വരാപ്പോഴിന്ന് ഒരു മുട്ട ബജിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രം നമ്മൾ എത്ര ആൾക്കാർ കടം ചോദിക്കലുണ്ട് പൈസക്ക്. എടാ ഒരു ബജിക്കല്ല അവിടെ ഒരു 8 റുപ്യേ ഉള്ളൂ. 8 റുപ്യന്റെ ബജിയും ചായയും കുടിക്കാൻ വേണ്ടി ആകെ ഒരു സമാധാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് മാത്രം കുടിക്കാനാ. ഇത് കുടിക്കാൻ പോലും കടം മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതായി കൊടുക്കുക. ഈ മെൽവിനും പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊടുത്തു. പിന്നെ നീ അതിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, നീ അതിക്കാവൂല, എന്നെ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓനോട്, ഞാൻ അവസാനമായിട്ട് ട്രിക്കാ, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ട്രിക്കാ. എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മയും വിളിച്ചിട്ട് എപ്പം ഇങ്ങനെ പറയൂ, ഒരു 5 പൈസ കിട്ടാണ്ട് എന്തിനാ നിൽക്കുന്നത്, ഓൾറെഡി ഒന്നും റീലും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല വൃത്തിക്ക്. കാരണം ഇതെല്ലാം പണീൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ആവൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, മെൽവിൻ്റെ സാലറി ഞാൻ കൊടുക്കാം. അതിൻ്റെ ഇടയിൽ മെൽവിന് ആക്സിഡൻ്റ് ആയി. അടുത്തൊരു വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ച്. ആ വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ചപ്പോഴും അവിടുന്ന് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എന്നിട്ട് എന്നോട് പറയാം എന്നാൽ പകുതി പൈസ നീ കൊടുക്കുന്നു. എടാ ഈ പകുതി പൈസ കൊടുത്തിട്ടും ഇത് ചില മാസം പ്രൊമോഷൻ, ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ വിചാരിച്ച പോലെ കിട്ടൂല. ചില മാസം കൊടുക്കാണ്ടായിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാൻ എന്നെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഈ ഗ്യാങ് ഹൗസിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഒരു ഓർഗോ സിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരേ ഒരു വാക്കേ ഉള്ളൂ, നീ അതിന്റെ വാക്ക്. നിങ്ങളോട് പറയുന്ന ഈ ഓർഗ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, എടാ ഓർഗ് ഇല്ലടാ. എടാ ഇനിയെങ്കിലും മനസ്സിലാക്കിയ ഓർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അശ്വിൻ ബ്രോനെ ആയിരിക്കും. അശ്വിൻ ബ്രോനെ ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് വരെ പറഞ്ഞിരുന്നു. മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല, മനസ്സിലായി. ഇവൻ സ്വയമായിട്ട് ഒരു ഓർഗ് ഉണ്ട് എന്ന് പറയലും അത് ആൾക്കാരോട് പറയലും അത് ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ ചെയ്യാനാണ്. കാരണം ഒരാൾ ഡൊണേഷന് പൈസ ചോദിച്ച് ഒരു ചാരിറ്റിക്ക് വേണ്ടി ചോദിക്കും, എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടി വന്ന് ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓന് ഞാൻ തരൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓൻ എന്തോ പറയും, നൈസായിട്ട് ഡീൽ ചെയ്യും. അത് ഓർഗിനോട് ചോദിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. എടാ എന്ത് സിസ്റ്റം, ഒരു സിസ്റ്റം ഇല്ല. അൾട്ടിമേറ്റ് വാക്ക് ഇവൻ പറയും. അതിപ്പോ ഒരാൾ എത്രയോ ആൾക്കാർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്യാങ് ഹൗസിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഡോർ അടിച്ചു കഴിഞ്ഞാൽ പറയും അടുത്തല്ലോ, പറയാൻ പറ്റൂല അങ്ങനത്തെ വാക്കുകളെ കൊണ്ട്. അതായത് എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാളെ സഹായിച്ചെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളെ വീഡിയോയിലാണെങ്കിലും ഒരാളിപ്പോ സഹായിച്ചു, ഒരു ഫോൺ എന്തെങ്കിലും കൊടുത്താൽ ആ വ്ളോഗ് ഓഫ് ആക്കി ഉടനെ ആ കൊടുത്തയാള് തെറിയായിരിക്കും. നല്ല പച്ചക്കും ഓനക്കും അവന്റെ ഉമ്മാക്കും എല്ലാം വിളിക്കും. അത് സ്വന്തം, അതായത് നമ്മള് സഹായിച്ച, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എത്ര ആളെ സഹായിച്ചെന്ന്, ഓരോ റീലിലെല്ലാം കാണുന്നല്ലേ. അപ്പോ ഇതേപോലെ വാങ്ങിക്കൊടുത്ത ആൾക്കാരെല്ലാം അറിയാലോ. അപ്പൊ അവരെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ കേൾക്കുന്ന വെറുതെ പറയുന്നില്ല. നമ്മൾ അലക്കാരനായിട്ടും ആശാരായിട്ടും അവിടെ ഉണ്ടാക്കിയ സ്പിൻ വീൽ ഇല്ലേ, ഈ സ്പിൻ വീൽ ഒന്നും ചില സമയത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാക്കുക. ഇതിന്റെ ബെയറിംഗ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും കറങ്ങിയിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ കറങ്ങുമ്പോൾ ശരിയായിട്ട് വന്നില്ലെങ്കിൽ അപ്പൊ പറയും ജാസി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, അത് കറക്റ്റ് ആയിട്ട് കറങ്ങില്ല. എന്നോട് പറയാം നിന്നോട് പറഞ്ഞ പണി നീ വൃത്തിക്ക് ചെയ്യുന്നില്ലല്ലേ, 1 മാസത്തേക്ക് ഇനി ഒരിക്കലും റീലിടണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം എന്താ അറിയടാ, എനിക്ക് ആ മാസം പ്രൊമോഷൻ ചെയ്യാനും പറ്റിയില്ല. പൈസ ഇങ്ങനത്തെ ചില മാസങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ ഡൗണ് കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനത്തെ കുറെ റീസൺസ് ഉള്ളതുകൊണ്ടാടാ. അവസാനം മടുത്തിട്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് ഓടിയാലോ, ഇല്ല ഇവന്റെ ഒരു തലക്കൊരു പല കൊണ്ട് അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വേടാ. അത് ആ വീട്ടില് ഇവന്റെ അനുഭവിച്ച എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഒരിക്കലെങ്കിലും നമുക്ക് ഇവനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം വരും ഗൈസ്. കാരണം അത് അങ്ങനെ നമ്മളങ്ങനെ ആയിട്ട് നമുക്ക് കൊല്ലാനുള്ള മൈൻഡ് ഉണ്ടായിട്ടില്ല. നമുക്കത് തോന്നും. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാ. അത് തോന്നും. ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് അത് തോന്നും, ഉറപ്പാ അത് തോന്നും. രാത്രി ലൈവെല്ലാം കഴിഞ്ഞ് ഇവന്റെ ചെപ്പും തെറിയെല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരെ റൂമിൽ ഷമീറിനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. തലക്കാണി അഞ്ഞു ഷമീർ എന്തേ അപ്പൊ പറയാം ഒന്നുമില്ലടാ കുടിക്കുമ്പോൾ വെള്ളം പറഞ്ഞാൽ, കുടിക്കുമ്പോ എങ്ങനെ തലക്കാണിയും വെള്ളം പറയാ ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ
പലപ്പോഴും പല സാഹചര്യങ്ങളും അവസാനം നമ്മൾ പറഞ്ഞില്ലേ പെരുന്നാളിന്റെ സമയത്ത് വലിയ പെരുന്നാൾ കഴിഞ്ഞ വലിയ പെരുന്നാൾക്കാണ് നമ്മളിപ്പോ വലിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാൾക്കല്ല അവിടുന്ന് ഇറങ്ങുന്നത് ആ നോമ്പിന്റെ ആ സമയത്ത് അവസാനം ഷമീറിനോടും കൂടി പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് അതായത് ഓന് 5-6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഈ ലൈവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്തിട്ട് പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്ന് ചോദിച്ചപ്പോൾ പറയാം അത് ഞാൻ തീരുമാനിക്കും അൾട്ടിമേറ്റ് എന്റെ വാക്കാ നിന്നൊക്കെ ഇവിടുത്തെ വരെ എത്തിച്ച് ഞാനാ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അന്ന് തന്നെ നമ്മളൊരു കാര്യം കാറിൽ വെച്ച് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ ഫോട്ടോ റെയിൽവേ വരുന്നു സ്റ്റേഷനിൽ? എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ പോയിട്ട് നീ നിനക്ക് മൂഞ്ചാൻ സ്വന്തമായിട്ട് പറ്റുന്ന ഉണ്ടാക്കാൻ മൂഞ്ചടാ പറ്റും മയിലേ. നോക്കടാ ഉണ്ണയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്ന് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് ഇതുകൊണ്ട് മാത്രല്ലടാ ഇടക്കിടക്ക് മമ്മൂന്റെ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും മമ്മൂന്റെ അടിക്കുന്നതും എനിക്ക് അടി കിട്ടുന്നതും എടാ നിങ്ങള് റാമ്പോ ലൈവില് ചെപ്പുന്നതും നിങ്ങള് ലൈവിൽ അടിക്കുന്നെല്ലാം കാണുന്ന അന്ന് എന്റെ മുത്തിക്കല്ല അടിച്ചത് ഓക്കെ. അതിപ്പോ ഞാൻ ഒരു തെറ്റ് ചെയ്തു ഓക്കെ, പക്ഷെ ഇതിനെക്കാട്ട് രണ്ടിരട്ടി അല്ല അടിയാണ് ഒരു നീ ഏട്ടൻ എന്നുള്ള നിലയിൽ അടിക്കാം, പക്ഷെ അടിക്കാം ഏട്ടൻ ഓക്കെ. എന്നുള്ള നിലയിൽ ഇവന്റെ ഉമ്മാക്ക് ഒരു ആവശ്യം വരുമ്പോ ഇവന്റെ വീട് ചോർന്ന് വിളിക്കുമ്പോ ഈ ഏട്ടൻ എന്നുള്ള നിലയിൽ 2 രൂപ കൊടുക്കണ്ടേ? ഒരു ഏട്ടൻ എന്ന് പറയുമ്പോ അടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, അതേ സ്വാതന്ത്ര്യത്തില് ആ ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി 2 രൂപ കൊടുക്കണ്ടേ? എന്നാലല്ലേ ആ അതന്നെ സ്വാതന്ത്ര്യം ഉള്ളൂ. അല്ലാണ്ട് അടിക്കാൻ മാത്രമായിട്ട് ഒരാൾക്ക് എന്താ സ്വാതന്ത്ര്യം ഉള്ളത് ഒരു വ്യക്തിനെ? ചില സമയത്ത് അടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാ ചെയ്തെന്ന് ഞാൻ ജസ്റ്റ് കാമായിട്ടും ചോദിക്കും അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം നമുക്കില്ല അപ്പൊ പറയൂ ഓ നന്നാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എടാ വെറുതെ ഇവന്റെ ഫ്രസ്ട്രേഷനിൽ ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരിക്കാനുള്ള നാക്ക് അത്രത്തോളം ഉണ്ട്. ഇനി നോക്കിക്കോ ഇതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ വീണു അത്രത്തോളം മാനിപ്പുലേഷൻ പവർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സംഭവം എന്ന് പറഞ്ഞത് അത്രത്തോളം പവർഫുൾ ആണ്. അപ്പൊ നിങ്ങളവിടെ പോയി ഇവന്റെ 2 വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളടക്കം കൺവിൻസ് ആവും. അതൊരു കൈവാടാ, അതൊരു കൈവ് തന്നെയാണ്. അതുള്ളതുകൊണ്ട് തന്നെയാണ് ആ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൈവാ. അതിന് അത് ഞാൻ പറയാലോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അതെനിക്ക് എപ്പം ആരാധനയുള്ള സംഭവം. അങ്ങനത്തെ അല്ല ഇവന്റെ കുറച്ച് കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവും ഈ പറഞ്ഞ പോലെ അവരെ ഒരു നന്മ രീതിയിൽ കൊണ്ട് കാര്യങ്ങള് പറയാനുള്ള അതന്നെ രീതിയും അത് എന്തൊരു സാധനം കണ്ടന്റ് ആക്കണം. 1 ഉറുപ്പ്യ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് അതിൽ നിന്ന് 100 രൂപ ഭാരാന്നുള്ള സത്യം. ആ സാധനം അതെല്ലാം നല്ല കാര്യമാണ്, ബ്രില്യന്റ് ആണ്, അതെല്ലാം ബെസ്റ്റ് മൈൻഡാണത്. അതുകൊണ്ട് തന്നെയാണ് ഓൻ ഈ പറഞ്ഞ കാറും ഇതും കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു ഇതും നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് പക്ഷെ തന്നെയാണ് നമ്മള് മുമ്പിൽ പോയത്. അതുകൊണ്ടാണ് നമ്മള് മൂഞ്ചി പോയത്. അപ്പൊ നമ്മള് മൂഞ്ചിന്റെ കാരണമാണ് നമ്മളിപ്പോ നിങ്ങൾ വിചാരിക്കും പറയുന്നത്. ഇത്രയും ലേറ്റ് ആയത് എന്താ മമ്മു 2 കൊല്ലം നിന്ന് ഇവരെന്താ ബുദ്ധിയില്ലേ നമുക്ക് എന്താ ഇത് മനസ്സിലായിക്കൂടെ എടാ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ആവുന്നുള്ള പ്രതീക്ഷ തന്ന് നിപ്പിച്ചതാടാ. പ്രതീക്ഷ അവസാനം തരും, നമുക്ക് ഓൻ ഇങ്ങനെ തരും ഓൻ തരുന്ന സാധനമാണ് ഹോപ്പ്. പ്രതീക്ഷിച്ചു. ഹോപ്പ് ഓൻ എന്ത് പറയുമ്പോ ചെയ്യും മമ്മു ആയിട്ടില്ല സമയായിട്ടില്ല ഇപ്പൊ നമ്മളും വിചാരിക്കും എന്തോ ഒരു സാധനം വരാനുണ്ട്. ഒരേ സമയമുണ്ട് അങ്ങ് എല്ലാരും ഇതാവുന്നോണ്ട് നല്ല നിലയിൽ എത്തുന്നോണ്ട്, പക്ഷെ എന്നാലും അവൻ പറയും സമയായിട്ടില്ല. ഫെയിം കിട്ടുന്ന നമ്മൾ നോക്കുമ്പോ എന്താ പറയുക ഗൈസ്, നമ്മൾ നോക്കുമ്പോ ഞാനൊക്കെ ആദ്യം കയറിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നെ 4 ആള് തിരിച്ചറിയുന്നുണ്ട്. വണ്ടേ ഊമ്പിച്ചു അന്നെ വണ്ടേ ഊമ്പിച്ചു മനസ്സിലായില്ല. മനസ്സിലായില്ലേ? വണ്ടേ ഉണ്ടല്ലോ വണ്ടേ ഓക്കെ വണ്ടേ അല്ലടാ അത് വെറും വണ്ടാണ്. അപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് 2 ലൈവിൽ 2 പെർഫോം ചെയ്ത് 2 ഇതായ സമയത്ത് ആ ടൈം കുറച്ച് ഫാൻ ബേസ് ഉണ്ട്, ഇവനുമായിട്ടുള്ള ഇതുകൊണ്ട് ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ആ ഫാൻ ബേസിൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ ഇന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല. അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്, ഉള്ളത് പോലെ പറയല്ലോ, അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഓൻ തന്നത് ഈ പറഞ്ഞ പോലെ നമ്മളെ യൂസ് ചെയ്ത് ഓന് പൈസ ഉണ്ടാക്കാനായിരുന്നു. കാരണം ഓന് ഈ ഫെയിമും ഇതൊക്കെ അൾട്ടിമേറ്റ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഓന് മനസ്സിലായി ഇപ്പൊ ഫെയിമിലല്ല കാര്യം, പൈസയിലാണ് കാര്യം എന്ന് ഓന് മനസ്സിലായത് കൊണ്ട് ഈ പറഞ്ഞ പോലെ 4-5 മണ്ടന്മാരെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാന്നുള്ള ബുദ്ധി ഓന് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മളെ ഇതാക്കിയത്. നമ്മളെനിക്ക് ഒന്ന് പറഞ്ഞ പോലെ ബുദ്ധി വെച്ച് തുടങ്ങി നമ്മള് ഇതാക്കിയ പോലെ ഒരു 2 ഉറുപ്പ്യ ആവശ്യത്തിന് ചോദിച്ചപ്പോ ഓന് മനസ്സിലായി ഇനി ഇവന്മാർ ഇതാക്കിയ നമുക്ക് ഓനിക്ക് ഇതാവുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ 2 ആള് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ട ഫോട്ടോ എടുക്കും, ഇങ്ങനെ കൈ തരും, ഇതാക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ ഒരു പട്ടിയെ തിരിച്ചറിയാൻ തന്നെ ഇപ്പം 2 ആള് തിരിച്ചറിയുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, അപ്പൊ നല്ല സുഖമുണ്ടല്ലോ, അപ്പൊ നല്ല ഇതാണല്ലോ, അപ്പൊ പിന്നെ കൊള്ളാം, അപ്പൊ പിന്നെ ഒരു ഇത് വരും, നമുക്കൊരു ഒരു കുളിർമ, ഒരു എന്താ പറയാ, ഒരു നമ്മളെ 4 ആൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മള് 2 അടുത്ത് പോകുമ്പോൾ നമ്മള് 2 ആൾ നോക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിലാണ് കുറെ കാലം പോയിക്കൊണ്ടത്. പിന്നെ പോയി ആവുമ്പോ പിന്നെ മനസ്സിലായി ഇതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനം കൊണ്ട് നമ്മൾ പീടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചായയോ തിന്നാനോ കിട്ടൂല. ഉമ്മ ഹോസ്പിറ്റലാകുന്ന സമയത്ത് എന്നെ 2 ആൾക്ക് അറിയാം, അന്നെ 4 ആൾ ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർ ഉമ്മാന്റെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു തരൂല, മരുന്നിന്റെ പൈസ ഫ്രീ ആയിട്ട് അവർ തരൂല. അത് മനസ്സിലായി, ആ കാര്യം മനസ്സിലായി.
അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോഴും നമ്മളിത് പറയില്ലേനടാ. ഇവന്റെ ഈ അനിയത്തിന്റെ കല്യാണവും പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വീടിന്റെ കാര്യവും പിന്നെ എന്റെ വീട്ടിലൊരു ചെറിയൊരു സീൻ ഉണ്ടായിന്, അതായത് ഒരു ഓപ്പറേഷൻ ആയിട്ട് വന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇപ്പോഴും ഒന്നും പറയാണ്ട് എന്താ പറയാ ഇതെല്ലാം ഇങ്ങനെ കേട്ട് കേട്ട് പോയിനും. ഇത് നമുക്ക് അതൊക്കെ വന്നപ്പോൾ നമുക്ക് ബോധം വന്നത്. നമ്മളെ കാര്യങ്ങള് അതായത് നമുക്കൊരു ആവശ്യം വരുമ്പോ അത് ചോദിച്ചാൽ തരുന്നില്ല, ചോദിച്ചാൽ അടിയും കുത്തുവാണ്. അതാണ് ഓൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളെ ഓനക്ക് ആരെയോ കിട്ടിയാറ് റാംബോ. അത് റാംബോ. അതെ, ഇവന്റെ മൈൻഡ് വെച്ചിട്ട് റാംബോ ഒരു അസറ്റാണ്. കാരണം ഇവൻ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ റാംബോ പോയിട്ട് കൊല്ലും. ഇവൻ നമുക്ക് ഫുഡ് തരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ നമുക്ക് ഫുഡ് തരൂല. ഇവൻ റാംബോനെ ഈ പറഞ്ഞ പോലെ നീ പോയി ജയിലിൽ, നമുക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കുന്ന പറഞ്ഞാൽ ഓനത് ചെയ്യും. മനസ്സിലായോ? ഓൻ അങ്ങനത്തെ ഒരു മൈൻഡാ. ഓനെങ്ങനെ എന്താന്ന് എനിക്ക് അറിയില്ല, ഓന്റെ കാര്യം എനിക്ക് അറിയില്ല ഗൈസ്. ഓൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാ. ഓൻ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാ. വെറുതെ റാംബോനൊന്നും ഇത് പറയണ്ട. ഓൻ ലോയൽ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയാ. റാംബോനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര വലിയ ഇതിൽ പറയാൻ പറ്റില്ല. റാംബോനൊന്നും കുറ്റം പറയണ്ട ഗൈസ്. കാരണം ഈ പറഞ്ഞ പോലെ ഇവൻ പറയുന്നത് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ റാംബോ മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഓന് കുറച്ച് ഇടപെടായിരുന്നു. പക്ഷെ ഓന് ഈ പറഞ്ഞ പോലെ ഈ തൊപ്പീന്റെ കൂടെ നടക്കുക, അല്ലെങ്കിൽ തൊപ്പീന്റെ എന്തോ ഒരു പവറിലാന്ന് ഓൻ ജീവിച്ചു പോകുന്നത്. തൊപ്പീന്റെ കൂടെയാണുള്ളത്, തൊപ്പീന്റെ കാർ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പവറിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത്. മനസ്സിലായി? അങ്ങനെ എന്തോ ഒരു മൈൻഡ് ഇവനുണ്ട്. ആ മൈൻഡിലാണ് ഇവൻ പോകുന്നത്. അപ്പൊ നമ്മളത് ഇതാക്കാനും നിൽക്കൂല. ഓന്റെ ഹാപ്പിനെസ്സും ഓന്റെ കാര്യങ്ങളുമായിട്ട് ഓനങ്ങ് ഇതാക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ത് പറയുന്നോ അത് കേട്ട് റാംബോ നമ്മളെടുത്ത് ഇതാക്കും. അത് നമ്മൾ അനുസരിക്കുക. നമ്മളത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. എടാ അതൊന്നും പറയാൻ സത്യം പറഞ്ഞാൽ പബ്ലിക്കിലേ പറയാനാവൂല. കാരണം ഇതല്ലോ ഞാൻ പിന്നെ കേസ് നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമുക്കത് പബ്ലിക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് വേറെ വിഷയമായിട്ട്. അതൊന്നും ഇവിടെ പറയരുത്. അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ഒരു കാര്യം പറയരുത്. നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഓനുമായിട്ടുള്ള പ്രശ്നം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പോഴുള്ള പ്രശ്നം, അത് മാത്രം നമ്മൾ പറയാം. അല്ലാണ്ട് ഓന്റെ ഈ പറഞ്ഞ പോലത്തെ ബാക്കിയുള്ള അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. അത് നമുക്ക് ചെയ്യണ്ട. അത് വേണ്ട. ആ സംഭവം വേണ്ട. നമുക്കുണ്ടായ അനുഭവം, നമ്മളെ കാണാൻ വരുന്ന 4 ആൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മള്